പൂരാടം നക്ഷത്രത്തിനെ കുറിച്ച് വായിക്കാൻ പോവാണ്. പൂരാടം നക്ഷത്രക്കാർ വിശാല മനസ്കരും ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. സ്നേഹിതരുടെ സ്നേഹവും വിരോധികളുടെ ശത്രുതയും പുലർത്തുന്ന പൂരാടം നക്ഷത്രക്കാർ കുറച്ച് ഗർവിഷ്ഠരായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടാൽ വാക്സാമർത്ഥ്യം മൂലം അന്യരെ തോൽപ്പിക്കും. പ്രവർത്തന രംഗത്തെ ഇവർ വലിയ സാമർഥ്യം കാണിക്കും. ഇവർ അന്യരെ ഉപദേശിക്കുവാൻ മിടുക്കരാണ്. എന്നാലും ഈ നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിൽ ജനിച്ചവർ അന്യരുടെ ഉപദേശം തേടുന്നതായിരിക്കും. തൻ്റെ ഭാഗം എപ്പോഴും ശരിയെന്ന രീതിയിൽ പ്രവർത്തിക്കിയാൽ പലരും വിരോധികളാകും. സ്നേഹം കൊണ്ട് മാത്രമേ ഇവരെ നിയന്ത്രിക്കാനാകൂ. ഈശ്വരവിശ്വാസികളായ പൂരാട നക്ഷത്രക്കാർ യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വഴിപ്പെടുകയില്ല. ആരോഗ്യകരമായ കാര്യങ്ങളിലും വസ്ത്രധാരണത്തിലും ഇവരത്ര ശ്രദ്ധിക്കുകയില്ല. വലിയ അഭിമാനികളായ ഇവർ അഭിമാനക്ഷതം ഉണ്ടാകുന്ന യാതൊരു കാര്യവും ഇഷ്ടപ്പെടുകയില്ല. അന്യരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവ നിമിത്തം പലപ്പോഴും വലിയ നഷ്ടങ്ങൾ വരാനിടയുണ്ട്. ശരിയത്. ഇവർ പൊതുവെ സൗന്ദര്യവാന്മാരാണ്. ഇവരിൽ അധികം പേർക്കും നീണ്ട ചെവിയും ചെറിയ തിളങ്ങുന്ന പല്ലുകളുമായിരിക്കും. ഇടുങ്ങിയ നെറ്റിയും ഒതുക്കമുള്ള ഉദരവും നീണ്ട കൈകളും ഇവരുടെ ലക്ഷണങ്ങളാണ്. സ്വഭാവത്തിനും മനോബലത്തിനും അനുസരിച്ചുള്ള ആരോഗ്യമായിരിക്കില്ല ഇവരുടേത്. പലപ്പോഴും തൻ്റെ കുറ്റം മൂലമല്ലാതെ പല അപവാദങ്ങളും കേൾക്കേണ്ടതായി വരും. ശരിയാണ്. പലപ്പോഴും ഇവർ ലുബ്ധരായി കാണപ്പെടുന്നു. എന്നാലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ മടി കാണിക്കില്ല. ദുഃഖിതരുടെ അനുഭൂതി കാണിക്കും. എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. സത്യം, ധർമ്മം എന്നിവ വിട്ട് ജീവിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല. എല്ലാ കാര്യത്തിലും സമാധാനപരമായി പോകണമെന്ന് ആഗ്രഹമുള്ള ഇവർ ജീവിതത്തിൽ സ്വൈര്യത നഷ്ടപ്പെടുത്തും. ശരി തന്നെയാണ്. ഈ നാളുകാരിൽ മിക്കവരും വാക്കുപാലിക്കും. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരല്ല ഇവർ. തീർച്ചയായിട്ടും അതെ. നീർദോഷം, ശ്വാസകോശ രോഗങ്ങൾ, വിളർച്ച, സന്ധികൾ തളർച്ച, തലവേദന ഇവ ഈ നാളുകാർക്ക് ശല്യം ഉണ്ടാക്കുന്നവയാണ്. ഇവർക്ക് പൊതുരംഗം, വൈദ്യശാസ്ത്രം എന്നിവയിൽ വൈദഗ്ധ്യം നേടാൻ കഴിയും. അതും ശരി. വിദഗ്ധരുടെ സഹായം ഉണ്ടെങ്കിൽ വ്യവസായ രംഗത്തും വിജയിക്കുവാൻ കഴിയും. ഇവർക്ക് അന്യരെ ആശ്രയിച്ചാണ് പുരോഗതി ഉണ്ടാകുന്നതെങ്കിലും ഇത്തരം ഇടപാടുകൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയേക്കും. മാതാപിതാക്കളിൽ നിന്നും പൂർണ്ണതോതിലുള്ള പ്രയോജനം ഇവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ സഹോദര ഭാഗ്യം സിദ്ധിക്കും. ജനിച്ച വീടും ദേശവും വിട്ടുറതാരും ഇവരുടെ ജീവിതം 100%. 34-50 വയസ്സിനിടയ്ക്ക് സ്വന്തമായ ജീവിതം കെട്ടിപ്പടുക്കും. മധ്യവയസ്സ് കഴിഞ്ഞാൽ ജീവിതാഭിലാഷങ്ങൾക്ക് പൂർണ്ണത കൈവരും. സംതൃപ്തമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഇവരുടേത്. എന്നാൽ വിവാഹബന്ധം താമസിച്ചോ മത്സരത്തോടു കൂടിയോ ആയിരിക്കും. ഇവർ ഭാര്യയെ മാത്രമല്ല ഭാര്യ കുടുംബത്തെയും വളരെ കാര്യമായി നോക്കും. ഭാര്യയിലൂടെയാണ് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്നതെങ്കിലും കൂടെ ചില കലഹങ്ങളും സ്വൈര്യക്കേടുകളും ഉണ്ടായിക്കൂടുന്നില്ല. എത്രയോ സത്യം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ബുദ്ധിശക്തി അധികമുള്ളവരായിരിക്കും. ഔദ്യോഗിക മണ്ഡലത്തിലും ഗൃഹഭരണത്തിലും ശോഭിക്കുവാൻ കഴിയുന്ന ഇവർക്ക് അതുല്യമായ തേജസ്സും തുളുമ്പി നിൽക്കുന്ന സൗന്ദര്യവും തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടായിരിക്കും. ഇവരുടെ വംശത്തിൽ ഏതെങ്കിലും വിധത്തിൽ ശ്രേഷ്ഠത്വം ഉണ്ടായിരിക്കും. അനാരോഗ്യവതികളായാൽ കൂടി ഇവർ ഗൃഹഭരണത്തിൽ ലക്ഷ്മിയും ഭർത്താവിന് വഴികാട്ടിയും സ്വന്തക്കാർക്ക് ഉപദേഷ്ടാവുമായിരിക്കും. സന്താനഭാഗ്യം കുറവായിരിക്കും. ശുക്രദശയിൽ ജനിക്കുന്ന ഈ നാളുകാർക്ക് തുടർന്ന് ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി ഈ ക്രമത്തിൽ ദശാകാലം വരുന്നു. ഞാനിത് ഇത്ര തറപ്പിച്ച് ശരിയാണെന്ന് പറയാൻ കാരണം എൻ്റെ 2ാമത്തെ മോൻ പൂരാടമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു 80% അവൻ്റെ സ്വഭാവവുമായിട്ട് നല്ല സാമ്യമുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ.